ഇപ്പോൾ കേരള സ്റ്റോറി ടീം അംഗവും എഴുത്തുകാരിയുമായ അംബിക ജെ.കെ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി അംബിക ജെ.കെ, കേരള സ്റ്റോറി സിനിമയെ വിമർശിച്ചവർ ഇന്ന് ഏറ്റവും ഒടുവിലായി കോതമംഗലത്ത് നടന്ന ലവ് ജിഹാദിനെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സമൂഹം, കേരള സമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്താണ് കേരള സ്റ്റോറിയിലൂടെ കാണിച്ചത്. അതൊരു നേർസാക്ഷ്യം തന്നെ ആയിരുന്നു. പക്ഷേ ഈ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ വിപത്ത് അത് പൊതുസമൂഹം ചർച്ച ചെയ്താൽ മാത്രമേ അതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ അവിടെയെല്ലാം വളരെ ഗുരുതരമായ ഒരു മൗനം അവലംബിക്കുന്നതായി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നിർബന്ധിത മതപരിവർത്തനം, അതും പ്രണയം നടിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മതം മാറണം എന്ന് നിർബന്ധിക്കുകയും തുടർന്ന് അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് പ്രവചനാതീതമാണ്. കാരണം പല കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിക്കാത്തത്? കേരള സ്റ്റോറിക്കെതിരെ വാതോരാതെ വിമർശിച്ചവർ പക്ഷേ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്ന ഈ വലിയ വിപത്തിനെതിരെ ഒരു അക്ഷരം പോലും ഉരിയാടുന്നില്ലല്ലോ. രോഹിണി, കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഞാൻ ഇത് എനിക്ക് തോന്നുന്നു ജനം ടിവിയിൽ ഈ സെയിം വിഷയത്തിൽ ഇത് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം വരുന്നത്. ഒരൊറ്റ ആഴ്ചയുടെ അകത്ത് എനിക്കറിയുന്ന ഒരു നാലാമത്തെ അഞ്ചാമത്തെയോ ഇൻസിഡന്റ് ആണ്. അതിൽ ഹിന്ദു പെൺകുട്ടികളുണ്ട്, ക്രിസ്ത്യൻ പെൺകുട്ടികളുണ്ട്. ഞാൻ ഇതിനെതിരെ എന്തെങ്കിലും ഫേസ്ബുക്കിൽ എഴുതിയാൽ പോലും വിഷം അല്ലെങ്കിൽ സംഘിണി, വർഗീയവാദി എന്ന് വിളിക്കുന്നവര് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നും പറയാതിരിക്കുകയും ആ പ്രശ്നങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുന്നവരെ വർഗീയവാദികളാക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളത്. ആ സിനിമ ദ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോ അത് 100% ഫാക്ട്സ് ആണ്. എനിക്കറിയാവുന്നതാണ് അതിലെ എല്ലാ കേസുകളും. ഞാൻ എല്ലായിടത്തും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇരകളെ അല്ലെങ്കിൽ ഇരകൾ മരിച്ച ഇതേപോലെ ആത്മഹത്യ ചെയ്ത സാഹചര്യങ്ങള്, ഇരകളുടെ മാതാപിതാക്കളെ നേരിട്ട് കണ്ട് സംസാരിച്ച് എന്റെ മോളെ കുറിച്ച് എഴുതിക്കോ എന്ന് അമ്മ വരെ എന്നോട് പറഞ്ഞ കേസാണ് സിനിമയിലെ ഗീതാഞ്ജലി കോഴിക്കോടുള്ളൊരു പെൺകുട്ടിയാണ്. ഇതേപോലെ ഈ സോന എൽദോസിനെ പോലെ തന്നെ ചതിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അമ്മ എഴുതി തന്നു, എഗ്രിമെന്റിൽ എഴുതി തന്നു, നിങ്ങൾ എന്റെ മകളുടെ കഥ പറഞ്ഞോ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി പോലും രക്ഷപ്പെടുമെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എഴുതി തന്നതാണ്. ഇന്ന് രാവിലെ ജനം ടിവിയിൽ പറഞ്ഞൊരു കേസുണ്ട്, സരോവരം പാർക്കിൽ കൊണ്ടുപോയത്. അതാണ് നിമ മാത്യു, സിനിമയിലെ നിമ മാത്യു എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞിട്ട് ശാലിനി ഉണ്ണികൃഷ്ണൻ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ആരാണെന്ന്. അവരുടെ അമ്മയെ ഒരുപാട് പ്രാവശ്യം കണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തറോ റിസർച്ച് നടത്തി ഇരകളോട്, അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ച് അവർ ചെയ്ത അതേ ഡയലോഗുകൾ, അതേ പാറ്റേൺ എല്ലാം, അതേ ഇൻസിഡൻസ് ഉപയോഗിച്ചിട്ട് 100% യാഥാർത്ഥ്യം ആയിട്ടാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവര് കേരളത്തിലുള്ള ആൾക്കാർ പറഞ്ഞു അത് ശരിയല്ല, പ്രൊപ്പഗാൻഡയാണ്, ഒരു നമ്പറിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട സിനിമയെ RSSന്റെ പ്രൊപ്പഗാൻഡയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ മുന്നിൽ അതേ സാഹചര്യം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്കറിയാം കേരളത്തിലെ ലവ് ജിഹാദ് കേസുകളെ കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. 25 വർഷം മുൻപ് എന്തായിരുന്നു സാഹചര്യം, അതിൽ ഒട്ടും വ്യത്യാസം വന്നിട്ടില്ല കേരളത്തില്. ഇപ്പോഴും ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അവരെ പോകുന്നത് വിചാരിച്ച് ഞാൻ ഒരു 15 വർഷത്തോളം ഡൽഹി കേന്ദ്രീകരിച്ച് ബാലഗോകുലത്തിൽ പ്രവർത്തിച്ചു. കാരണം കുട്ടികളെ ബോധവൽക്കരിക്കുമ്പോൾ മാത്രമാണ് സമൂഹം ബോധവൽക്കരിക്കപ്പെടുന്നത് എന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കൂടി പ്രവർത്തിച്ചു. എന്നിട്ടും പ്രണയത്തിന്റെ പേരിൽ ഇവര് ചെയ്യുന്നത് ഞാൻ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഒരു മതത്തിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി പറയുകയല്ല. ഒരു മുസ്ലിം പുരുഷനുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് 98% ഇതേ വിധിയാണ്. അതിൽ അപവാദമായിട്ട് 2% ചിലപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ആ പെൺകുട്ടി അർഹിക്കുന്ന സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വസ്ത്രധാരണ സ്വാതന്ത്ര്യവും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന വേണമെങ്കിൽ 2% കേസുകളെ ഉണ്ടാവുള്ളൂ. ബാക്കി 98%ന്റെയും ഗതി ഇത് തന്നെയാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് എല്ലായിടത്തും പറയുന്നുണ്ട്. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയോട് നിന്നെ എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയോ അവർ തമ്മിലുള്ള സ്നേഹമോ അല്ല, മതമാണ് അവിടെ പ്രയോറിറ്റി, ആ മതമാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മതം മാറാൻ പറയുന്ന ഒരു കല്യാണത്തിന് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ബാക്ക് ഔട്ട്.
അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൽ ചെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ കാലമായിട്ട് പറയുന്ന അതേ കാര്യം, കൺവേർഷനും സൂയിസൈഡും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടല്ല, ഒന്നാണ്. ഇന്ന് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ നാളെ നിങ്ങൾക്ക് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടി വരും. 101%. എന്റെ എക്സ്പീരിയൻസ് എന്ന് ഇത്രേ കാലം ഞാൻ കണ്ട കേസുകളിൽ നിന്ന്, ഞാൻ സംസാരിച്ച കേസുകളിൽ നിന്ന് പറയാണ്. ഇത് കേരള സ്റ്റോറി ഒന്നല്ല, അതിനേക്കാളും ഭീകരമായ ഫാക്ടുകളുള്ള ഇരകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോ പറയും, നാളെ ഞങ്ങള് കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം കൊണ്ടുവന്നിട്ട് അതിൽ ഈ ഒരു ഇൻസിഡന്റ് കാണിച്ചു കഴിഞ്ഞാൽ പറയും ഇങ്ങനെയൊന്നും കേരളത്തിൽ നടക്കുന്നില്ല. അടൂരൊരു പെൺകുട്ടി ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചിട്ട് അതിനൊരു മകനുണ്ടായി. ആ മകനെ ഇയാള് മുസ്ലിമായ ഭർത്താവ് അറവശാലയിലേക്ക്, കശാപ്പ് ശാലയിലേക്ക് രാവിലെ എണീറ്റ് വെള്ളം ഉടുപ്പിടിയിച്ച് 5 വയസ്സായ ചെറുക്കനെ കൊണ്ടുപോയിട്ട് ആ കുട്ടി സ്ലോട്ടർ, അതിനെ കശാപ്പ് നടക്കുന്നത് കാണാൻ വേണ്ടി ഇരുത്തും, മുന്നിൽ ഇരുത്തിയിട്ട് ആ വരുന്ന ബ്ലഡ് ഇതിന്റെ ഡ്രസ്സിലും അയാളുടെ ഡ്രസ്സിലും ആവും. ആ കുട്ടി രാത്രി പേടിച്ച് കരയും. ഇത് ഞങ്ങൾ സിനിമയിൽ നാളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതൊക്കെ പ്രൊപ്പഗാൻഡയാണെന്ന്. അല്ല, ആ ജനം TV ഒരു 6-7 വർഷം വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടിയിട്ട് കാണിച്ച ഒരു സംഭവമാണ് ആ കുട്ടിയുടെ കേസ്. ഇപ്പൊ അതിന് ഡിവോഴ്സ് കിട്ടി, അത് സ്വന്തം വീട്ടിലാണ്. അത് മരിക്കാതെ രക്ഷപ്പെട്ടത് അവന്റെ മാതാപിതാക്കൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർ സപ്പോർട്ടീവായ കാരണമാണ്. പക്ഷെ കുറെ കേസുകളിൽ എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വരാൻ ഒരു ഇടമില്ല, അല്ലെങ്കിൽ തിരിച്ചു വരുന്നാൽ ജീവിക്കാൻ ഒരു ജോലിയില്ല. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിലാണ് ഇങ്ങനെ ആത്മഹത്യ നടക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കേസുകൾ ഉൾപ്പെടുന്നത് മാതാപിതാക്കൾ കുറച്ചും കൂടിയൊക്കെ സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ കുറെ കുട്ടികളൊക്കെ തിരിച്ചു വരും. ആ പെൺകുട്ടിയുടെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടായ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ മാതാപിതാക്കൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭീകരമാണ് കേരളത്തിന്റെ അവസ്ഥ. തീർച്ചയായും ഒരു വലിയ വിപത്ത് തന്നെയാണ് ശ്രീമതി അംബിക JK ഇപ്പോൾ കേരള സമൂഹം നേരിടുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.